എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള ആലു പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഞാൻ കുറേ നാളുകളായിട്ട് ട്രൈ ചെയ്ത് വരുന്ന ഒരു റെസിപ്പിയാണ്. ഒരു നോ ഫെയിൽ റെസിപ്പിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കണം. ഇനി നമ്മളിതിലേക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ എന്ന് പറയുമ്പോൾ റിഫൈൻഡ് ഓയിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. എണ്ണയ്ക്ക് പകരം നെയ്യോ വെളിച്ചെണ്ണയൊക്കെ എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് റിഫൈൻഡ് ഓയിൽ എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇതിലേക്കൊരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വെള്ളം വരെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾ നോക്കുക, ഒരുപാട് ലൂസായി പോകരുത്. മാവ് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒന്നുകൂടെ ലൂസാകും. അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് അധികം വെള്ളമില്ലാതെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇതിനെ നമുക്ക് അടച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഓയിൽ എന്ന് പറയുന്നത് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതോടൊപ്പം തന്നെ ഒരു 10 അയമോദകം കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ നല്ല എരിവുള്ള ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. പച്ചമുളകിനോടൊപ്പം തന്നെ നമ്മൾ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു സവാള മീഡിയം സൈസിലുള്ളതാണ്, അത് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പല രീതിയിൽ ആലു പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. ഇതൊരു രീതിയാണ്, മറ്റൊരു രീതിയും കൂടി ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. ചാട്ട് മസാല എന്ന് പറയുന്നത് അതിലൊരു പുളിപ്പും ഒക്കെ ഉള്ളൊരു സ്പെഷ്യൽ മസാലയാണ്. ഇനി ഈ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കാവുന്നതാണ്. ചാട്ട് മസാല നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഗരം മസാല ഇട്ട് കൊടുത്താലും മതിയാകും. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി മല്ലിയില അരിഞ്ഞതാണ്. എല്ലാം വളരെ പൊടിയായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അത് വെളിയിലേക്ക് ആവില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു 4 ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. കുറച്ച് വലിയ ഹോളിൽ കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. കൈവച്ച് നമ്മൾ ഉടയ്ക്കുകയാണെങ്കിൽ അവിടെ ആയിട്ട് ചെറിയ വലിയ ഉരുളകളൊക്കെ കാണും. അപ്പോൾ അത് നമ്മൾ പരത്തുമ്പോൾ അണീവനായിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത്. നിങ്ങൾക്ക് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തും എടുക്കാവുന്നതാണ്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുളകളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. 9 ഉരുളകളാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് ഉരുളകളാക്കി എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വലിയ ഉരുളകളാക്കണമെന്നുമില്ല. കാരണം ഈ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടും ഞാൻ ഈക്വൽ സൈസിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വലിപ്പത്തിൽ നമ്മൾ ഉരുളകളാക്കി എടുക്കാം. ഉരുളകളാക്കിയതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് തന്നെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോഴാണ് ഈ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഉരുള എടുത്തിട്ട് ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് കട്ടിയിൽ പരത്താം. ഒരുപാടങ്ങ് പരത്തി പോകരുത്, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇങ്ങനെയൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ തിന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ റോൾ ചെയ്തതിൻ്റെ നടുഭാഗത്ത് കുറച്ച് കട്ടിയിൽ മാവ് വരും. ഇതിലേക്ക് നമ്മൾ ഈ ഓരോ ഉരുള എടുത്ത് വെച്ചിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് സീൽ ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായിട്ട് തന്നെ അത് ഉരുട്ടിയെടുക്കുക. അത് നമ്മൾ മാറ്റിയൊന്നും കളയുന്നില്ല, മാറ്റി കളയരുത്. കാരണം മാറ്റി കളഞ്ഞാൽ നമ്മളിത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് എടുക്കുക. ഇനി കുറച്ച് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം ഇത് പരത്തിയെടുക്കുക. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒരുപാടങ്ങ് പ്രസ് ചെയ്ത് പരത്തരുത്, എന്നാൽ ആവശ്യത്തിന് പ്രസ് ചെയ്യുകയും ആവും.
അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പരത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ മസാല ഒന്നും പുറത്തേക്ക് പോവില്ല. നല്ല ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ എൻഡ് വരെ ഈ മസാല നന്നായിട്ട് തന്നെ സ്പ്രെഡാവും. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ചെറിയൊരു കട്ടിയിലാണ് നമ്മളിത് പരത്തേണ്ടത്. ചപ്പാത്തി പോലെ അത്ര തിന്നായിട്ട് പരത്തരുത്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ പരത്തിയിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. നമ്മളിവിടെ ചുട്ടെടുക്കുന്നത് ഒരു ഇരുമ്പിൻ്റെ തവയിലാണ്. ഇരുമ്പിൻ്റെയോ നോൺ സ്റ്റിക്കിൻ്റെയോ ഒക്കെ തവ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. തവ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യിലോ എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് സാധാരണ അത് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണയില്ലാതെ ഡ്രൈ ആയിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എത്ര എണ്ണ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആലു പൊറോട്ട മുകളിൽ തന്നെ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു സൈഡ് ഒന്നായി വന്നു കഴിഞ്ഞാൽ മറിച്ചിട്ടതിന് ശേഷം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ചൂട് എത്തുന്ന രീതിയിൽ ഇട്ട് തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് നെയ്യ് തടവിയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് അടുത്ത ദിവസം ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ളൊരു ആലു പൊറോട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഞാൻ കുറേ നാളുകൾ ആയിട്ട് ഉണ്ടാക്കി വരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ തവണ ചെയ്ത് നോക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് വന്നില്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട, അതായത് പരത്തുമ്പോൾ. അപ്പോൾ അത് കുറച്ച് പ്രാക്ടീസോട് കൂടി ചെയ്യുമ്പോൾ ആണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്